ഈ സ്ട്രോബെറി പെണ്ണ് വളരെ സുന്ദരിയായിരുന്നു. മാത്രമല്ല അവൾ ഭയങ്കര പൈസക്കാരിയുമായിരുന്നു. അവളുടെ വീട് വളരെ വലുതായിരുന്നു, വളരെ മനോഹരമായതുമാണ്. അവളുടെ സൗന്ദര്യം എപ്പോഴും കണ്ണാടിയിൽ നോക്കി തന്നെ അവൾ ഇരിക്കുമായിരുന്നു. അവൾ നടന്നു പോകുമ്പോൾ ഒരു ദിവസം ആപ്പിളിനെ കണ്ടു. ആപ്പിളിനെ കണ്ട ഭാവം പോലും നടിക്കാതെ സ്ട്രോബെറി പെണ്ണ് നടന്നുപോയി. അപ്പോൾ ആപ്പിൾ അവളോട് മിണ്ടാനായി നിന്നപ്പോൾ സ്ട്രോബെറി പെണ്ണ് ആപ്പിളിനെ പുച്ഛത്തോടെ കളിയാക്കി പോയി. അവളെ കാണാൻ ഒട്ടും സൗന്ദര്യമില്ല, അവൾ വളരെ പാവപ്പെട്ട വീട്ടിലല്ലാണെന്ന് പറഞ്ഞൊക്കെ അവളെ കളിയാക്കിപ്പോയി. നാട്ടിലുള്ള എല്ലാവരും അവളോട്ട് സംസാരിക്കാനായി നോക്കുമായിരുന്നു. പക്ഷേ അവര് എല്ലാവരെയും പുച്ഛിച്ചു തള്ളുമായിരുന്നു. അവർക്കാർക്കും അവളുടെ അത്ര സൗന്ദര്യമില്ലെന്ന് വിചാരിച്ചു. ഒരു ദിവസം രാത്രി ശക്തമായ ഇടിയും മിന്നലും മഴയും പെയ്യാൻ തുടങ്ങി. അന്ന് രാത്രി സ്ട്രോബെറി പെണ്ണ് മുഖത്ത് ഫേസ് ബാക്കെല്ലാം ഇട്ട് കിടക്കാനായി തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് ആപ്പിൾ പെണ്ണ് ജനാലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ സ്ട്രോബെറി പെണ്ണിന്റെ മനോഹരമായ വീട് മിന്നലേറ്റ് കരിഞ്ഞു പോയിരിക്കുന്നു. ആപ്പിൾ പെണ്ണ് ഓടിപ്പോയി പള്ളിയിലച്ഛനായ പയത്തെ വിളിച്ചു ഉണർത്തി. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും വിളിച്ചുണർത്തി അവളെ രക്ഷിക്കാനായി എല്ലാവരും ചേർന്ന് സ്ട്രോബെറിയുടെ പൊട്ടിപ്പോയ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് അവരെല്ലാവരും കൂടി സ്ട്രോബെറി പെണ്ണിനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി. ആപ്പിൾ പെണ്ണ് അവളുടെ ചെറിയ വീട്ടിലേക്ക് കൊണ്ടുപോയി സ്ട്രോബെറി പെണ്ണിനെ ശുശ്രൂഷിച്ചു. അന്ന് മുതൽ ആപ്പിൾ പെണ്ണും സ്ട്രോബെറി പെണ്ണും നല്ല കൂട്ടുകാരായി മാറി. അവൾ എല്ലാവരോടും ദയോട് സംസാരിക്കാൻ തുടങ്ങി. അവളുടെ പൊട്ടിപ്പൊളിഞ്ഞ വീട് വീണ്ടും മനോഹരമാക്കാൻ തുടങ്ങി.